ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഓടൊപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരായപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണമെന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഡോക്ടർ ഹാരിസ്, എന്തൊരു ക്ലാരിറ്റിയാണ്, എന്തൊരു വ്യക്തതയാണ്. കാരണം അദ്ദേഹം ഉപ്പ് തിന്നിട്ടില്ല, അദ്ദേഹത്തിന് മടിയിൽ കനമില്ല. പറഞ്ഞത് താൻ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്, ഒരു സിസ്റ്റത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ്. പലതവണ പറഞ്ഞിട്ട് പരിഹാരമില്ലാത്തപ്പോൾ ഗതികെട്ട്, ലജ്ജ കൊണ്ട്, നിരാശ കൊണ്ട്, വേദന കൊണ്ട് ഇങ്ങനെ ആശ്രയിച്ച് പരസ്യമാക്കേണ്ടി വന്നതാണ്. പക്ഷെ പറഞ്ഞ നിലപാടിൽ നിന്ന് അണുവിട പോലും അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്, ഭയക്കുന്നില്ല. കാരണം വിളിച്ചു പറഞ്ഞത് സത്യമാണ്, പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലാതെ ഞെട്ടിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. ഒന്ന്, ഏകദേശം 1 വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്തിനാണ്? അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട രോഗിയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന പരാതി പറയാൻ വേണ്ടി പ്രിൻസിപ്പളുടെ സാന്നിധ്യത്തിൽ. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലാണ്. ഒരക്ഷരം പോലും വിഴുങ്ങാതെ അദ്ദേഹം ഇപ്പോഴും നിലപാടിൽ നെഞ്ചുവിരിച്ച് ജോലിക്കിറങ്ങുമ്പോഴും തുറന്നു പറയുന്നു, എനിക്കെതിരെ നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ.